ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലും പിന്നെ ക്ലീനിങ്ങും അങ്ങനെയെല്ലാം ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ആദ്യം വരുന്നത് റൂമിലേക്കാണ് കേട്ടോ. അപ്പം നമ്മളെ ബെഡ്റൂമെല്ലാം ആദ്യം ഒന്ന് ക്ലീൻ ആക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു എനർജിയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബെഡ്റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചേട്ടാ. അപ്പോൾ വലിയ ഇതൊന്നുമില്ല, നമുക്ക് ബെഡ്ഷീറ്റൊന്നും അങ്ങനെ പിന്നെ പിരിക്കാനും ഒന്നുമില്ല കേട്ടാ. ജസ്റ്റ് ഒന്ന് നമുക്ക് അത് ഇതാക്കി കൊടുത്താൽ മതി, വലിച്ച് ശരിയാക്കി കൊടുത്താൽ മതി കേട്ടാ. അപ്പം ഈ ബെഡ്ഷീറ്റ് ഇതേപോലെ അനങ്ങാണ്ട് നിൽക്കും കേട്ടോ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പിരിക്കുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ, ബെഡ്ഷീറ്റ് പിരിക്കുന്നത്. അപ്പം നമ്മൾ ബെഡ്ഷീറ്റൊന്ന് അനങ്ങാണ്ട് തന്നെ നിൽക്കും കേട്ടോ, അങ്ങനെ ചുളിയോ ഒന്നും ചെയ്യൂല. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കർട്ടനൊക്കെ ഒന്ന് വലിച്ച് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പൊതിച്ച പുതപ്പെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇത് ചെയ്യാൻ വിചാരിച്ചാലും ഒന്നും നടക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ മക്കൾ സ്കൂളിൽ പോലും പിന്നെ ഫുഡ് ഉണ്ടാക്കലും അങ്ങനെ എല്ലാമായിട്ട് ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നേരെ ഞാൻ വരുന്നത് ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ബെഡ്റൂം നമുക്ക് ആദ്യം നല്ല ക്ലീൻ ആക്കിയിട്ടാൽ നല്ലൊരു എനർജി ആയിരിക്കും. നമുക്ക് ആ ബാക്കിയുള്ള പണിയെല്ലാം എടുക്കാൻ തോന്നും കേട്ടോ. ഈ ബെഡ്റൂം ക്ലീനായി കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പകുതിയും പണി ഒഴിഞ്ഞതുപോലെ തന്നെ കാണും കേട്ടോ. അപ്പോൾ പിന്നെ സമയമില്ലവർ രാവിലെ തന്നെ എണീച്ചാടെ തന്നെ ഇത് വിരിച്ചിട്ട് വെക്കാം കേട്ടോ. ഞാൻ എണീക്കുന്ന സമയമൊന്നും മക്കളൊന്നും എണീച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് രാവിലെ തന്നെ വിരിച്ച് വെക്കുകയൊന്നും ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ടേബിളും കൂടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. രാവിലത്തെ നിസ്കാരത്തിൻ്റെ മുസല് അതെല്ലാം ഇങ്ങനെ ഒന്ന് നമ്മൾ വെച്ച സ്ഥലത്ത് നിന്നെല്ലാം മാറിയിട്ടുണ്ടാവും അല്ലേ, എവിടെയെങ്കിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ രാവിലെ ഇസ്തിരി ഇട്ടതും അതെല്ലാം ഉണ്ടല്ലോ, സ്കൂൾ യൂണിഫോമിന് അങ്ങനെയെല്ലാം ഇസ്തിരി ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം ആടെ തന്നെ വെച്ചിട്ട് തന്നെ നമ്മൾ പോകുമല്ലേ. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒന്നും നോക്കൂല, പിന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മാറ്റി വെക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോനിങ്ങനെ ചൊറയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓന് ഇന്ന് അംഗൻവാടിയിലൊന്ന് പോയിട്ടാണ്, ചെറിയ ജലദോഷം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച വെക്കണ്ട, ബാക്കി മറ്റുള്ള കുട്ടികൾക്കൊന്നും ആവണ്ട വിചാരിച്ചിട്ട്, ജലദോഷം വേഗമല്ല വരൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് അയക്കണ്ടെന്ന്. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അംഗൻവാടി പോവാത്തത്. അപ്പം പോയിട്ട് ഇങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ, കരയുന്നുണ്ട് അത്ര. ഇപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ കരയും എല്ലാം ചെയ്തിട്ട് പിന്നെ നിർത്തുക കേട്ടോ. അങ്ങനെ കരഞ്ഞാലും ഞാനിങ്ങനെ കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇന്ന് പോവാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ പിന്നെ വീഡിയോൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെല്ലോ വീഡിയോൻ്റെ അടുക്ക് എന്തെല്ലാം കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് നീങ്ങി കേട്ടോ. അവനോട് എന്തെല്ലോ വർത്താനം പറയുമ്പോൾ നമുക്ക് ആ സമയം പോകുന്ന അറിയേയില്ല കേട്ടോ. ഇങ്ങനെ കുട്ടികളുണ്ടാകുമ്പോൾ ആ വർത്താനം പറയുമ്പോൾ അവരെ കളിയും ചിരിയെല്ലാം കാണുമ്പോൾ നമുക്ക് ആ സമയം പോകുന്നതൊന്നും അറിയില്ല. അപ്പോൾ ഇതാ എൻ്റെ മക്കളെ ബുക്കെല്ലാം ഞാനൊന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. അവരെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മക്കളില്ല വീട്ടിലെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ. പുസ്തകവും എല്ലാം ഒന്നിച്ചാക്കിയിട്ടുണ്ടാവും, മദ്രസയിൽ സ്കൂളിലത്തെ എല്ലാ ബുക്കും ഒന്നിച്ചാക്കിയിട്ടുണ്ടാവും, അങ്ങനെയെല്ലാം ആക്കിയിട്ടുണ്ടാവും. അതെല്ലാം ഞാൻ വേറെ തന്നെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ മഴക്കാലം അല്ലേ, അപ്പോൾ വൈകുന്നേരത്തേക്കൊന്നും എന്തായാലും ഉണങ്ങൂല. അപ്പോൾ രാവിലെ പിന്നെ പോയിട്ട് പുറത്തുനിന്ന് ഒന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് കാർപ്പറ്റ് ഹൗസ് ഒന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഉണങ്ങിയത് എടുത്തിട്ട് ഞാനൊന്ന് വേഗം മടക്കി വെക്കാൻ വിചാരിച്ച്. ഇതവിടെ വെച്ചാൽ അവിടെ തന്നെ ആയിപ്പോവും കേട്ടോ. അപ്പോൾ നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് വന്നാലെല്ലാം ഇങ്ങനെ തുണിയും കുപ്പായെല്ലാം കാണുമ്പോൾ അതും ഒരു മോശമല്ലേ. അപ്പോൾ ഇങ്ങനത്തെ പണിയെല്ലാം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ തുണിയും കുപ്പായം ഉണ്ടെങ്കിൽ വേഗം ഒന്ന് മടക്കി വെച്ചാൽ തന്നെ നമ്മളെ ആ പകുതിയും പിന്നെ ഇത് കച്ചറയെല്ലാം ഒഴിഞ്ഞ് മാറും കേട്ടോ. ആ തുണിയും കുപ്പായം പിന്നെ ഇങ്ങനെ ആടി ഇടുമ്പോൾ നമുക്കെപ്പോൾ ഒരു വീട് ഒരു ക്ലീൻ അല്ലാത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ ബെഡ്റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി കേട്ടോ. വലിയ കാട്ടമൊന്നും എനിക്ക് അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ആടി ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. ബെഡ്ഷീറ്റെല്ലാം മാറ്റാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ആ ചുരുണ്ടതെല്ലാം ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാലേ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. ഇത് വേഗം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ വലിയ പണിയൊന്നും ഇല്ലാത്തത് നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വലിയ സമയമൊന്നും എടുക്കില്ല. അപ്പം ബെഡ്ഷീറ്റ് മാറ്റാനും അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ വലിയ സമയം എടുക്കില്ല കേട്ടോ. അപ്പം അത് രാവിലെ തന്നെ പിന്നെ നമ്മൾ ഉറങ്ങി എണീച്ചാൽ തന്നെ അതെല്ലാം ചെയ്താൽ നമുക്ക് ആ പണി വേഗം തീർന്നു കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ക്ലീനാക്കി നീറ്റാക്കി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തെ പിന്നെ ബെഡും ഞാനെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് ആ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് പിരിച്ചിട്ട് പുതപ്പെല്ലാം ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബെഡ്റൂം വേഗം തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അധികം വലിയ കച്ചറയൊന്നും ഉണ്ടായിട്ടാ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ടേബിളൊന്ന് വേഗം ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീടെപ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാലുണ്ടല്ലോ നമുക്കെപ്പോൾ പണിയെല്ലാം വേഗം ഒന്ന് തീർന്ന് കിട്ടും കേട്ടോ. നമുക്കെപ്പോൾ ആ നീറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കച്ചറയെല്ലാം ടേബിൾ മേലെല്ലാം കാണുമ്പോൾ അപ്പാട് നമ്മൾ തുടച്ചെടുത്താൽ നമുക്കങ്ങനെ വലിയ പണിയേ കാണൂല കേട്ടോ. നമുക്ക് രാവിലെ എണീച്ചാൽ തന്നെ വലിയ ബുദ്ധിമുട്ടോ ഒന്നും കാണൂല കേട്ടോ. പിന്നെ ആഴ്ചയിൽ ഒരു ക്ലീനിങ് ചെയ്താൽ നല്ലൊരു ക്ലീനിങ് ചെയ്താൽ നമുക്ക് പിന്നെ എപ്പോൾ നല്ല നമ്മളെ വീട് എപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. വലിയ പണിയോ അധികം ബുദ്ധിമുട്ടുള്ള പണിയൊന്നും കാണൂല. അപ്പോൾ ഇതാ ടേബിളെല്ലാം ജസ്റ്റ് ഒന്നിങ്ങനെ ഞാൻ കുട്ടികളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ കൈൻ്റെ അടയാളമെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ വെച്ചിട്ട് ഉണങ്ങിയ തുണിയോടെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഞാൻ കിച്ചണിലും അങ്ങനെ വലിയ ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ വലിയ കച്ചറയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ആ പൊടിയെല്ലാം ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് തട്ടിച്ച് കൊടുക്കുന്നുണ്ട്, തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഡെയിലി നമ്മൾ ക്ലീനിങ് ആക്കിയാൽ വലിയ പണിയൊന്നും കാണൂല കേട്ടോ. നമുക്ക് ഇതേപോലെ രാവിലെ നല്ല ഫ്രീ ആയിട്ടിരിക്കാം കേട്ടോ. ഇങ്ങനെ വേഗം ഒന്ന് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഡെയിലി ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. എന്നാൽ തന്നെ നമുക്കൊന്നും അങ്ങനെ വലിയ പണിയും കാണൂല, ബുദ്ധിമുട്ടുള്ള പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതായി ഇവിടെയെല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ ഞാനൊന്ന് അടിച്ചെടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ കാട്ടമൊന്നുമില്ല. ഓരോരോ സമയം ഞാൻ അടുക്കളയിലത്തെ പിന്നെ ചോറും കറിയെല്ലാം ആക്കിയതിന് ശേഷം ഞാനിങ്ങനെ അടിച്ചു കൊടുക്കും. ഓരോ സമയം ഞാൻ അടിക്കും കേട്ടോ. നേരത്തെ തന്നെ അടിക്കും. അപ്പോൾ കാട്ടമൊന്നും അങ്ങനെ വലിങ്ങനെ ഉണ്ടായില്ല. അപ്പം ഇതാ എൻ്റെ മോനിങ്ങനെ കളിപ്പാട്ടമെല്ലാം ഇങ്ങനെ അടിയിലെല്ലാം ചാടും കേട്ടോ. അങ്ങനെ ഓരോരോ സാധനം എടുത്തിട്ട് ഓനുണ്ടെങ്കിൽ ഓരോരോ സാധനം എടുത്തിട്ട് ഇങ്ങനെ സ്ഥലം മാറിയിട്ടെല്ലാം നമ്മൾ എടുത്താലും എന്തായാലും കുട്ടികളല്ലേ. അപ്പോൾ കളിപ്പാട്ടമെല്ലാം എന്തായാലും അവരെടുത്തിട്ട് അതേപോലെ തന്നെ വെക്കണം എന്നില്ലല്ലോ. അപ്പോൾ അവരെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിക്കിട്ടും. അതെല്ലാം ഒന്ന് ഞാൻ മാറ്റിയിട്ട് അതേ സ്ഥാനത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെയ്താൽ അതേപോലെ തന്നെ മാറ്റിയിട്ട് അവർ ഓടിക്കുകയെല്ലാം ചെയ്തിട്ട് അതേപോലെ തന്നെ വെക്കും. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ കാട്ടമൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല കാട്ടം വരും കേട്ടോ. അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് കാണാനൊന്നും കാട്ടമൊന്നും ഇല്ലെങ്കിലും നമുക്ക് അടിച്ചെടുക്കുമ്പോൾ എന്തായാലും ആ മുക്കുമൂലയെല്ലാം അടിച്ചെടുക്കുമ്പോൾ എന്തായാലും അതിൻ്റെ പൊടിയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാനൊന്ന് വേഗം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തുടക്കലൊന്നുമില്ല കേട്ടോ. അങ്ങനെ മക്കളെല്ലാം സ്കൂളിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ വലിയ പിന്നെ കച്ചറയൊന്നും ഉണ്ടായില്ല, അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് തുടച്ച് കൊടുക്കുന്നൊന്നുമില്ല. വലിയ കച്ചറയൊന്നും കാണാത്തതുകൊണ്ട് തുടച്ച് കൊടുക്കുന്നൊന്നുമില്ല. വേണമെങ്കിൽ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മഫോട് ഒന്ന് അക്കാലയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കും കേട്ടോ. ഇതവിടെ എല്ലാം ഒന്ന് അടിച്ച് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ റൂമിലേക്കും ഞാൻ വന്നിട്ടുണ്ട്. റൂമും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട്
വെച്ച് കൊടുക്കുക. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നല്ലൊരു ക്ലീനിങ് ചെയ്താൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ പണിയെല്ലാം ഒന്ന് ഒഴിഞ്ഞ് കിട്ടും. നമുക്ക് നല്ലൊരു പണിയൊന്നും, നല്ല ബുദ്ധിമുട്ടുള്ള പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആഴ്ചയിലും ചെയ്യണം, നമ്മൾ ഡെയിലി ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്കൊന്നും അങ്ങനത്തെ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ കിച്ചണിലും ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കാട്ടം എന്തും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് കാട്ടം കിട്ടാതെ നിൽക്കില്ല കേട്ടോ. ആ പൊടിയും അതെല്ലാം എന്തായാലും ഉണ്ടാവും. പിന്നെ വർക്ക് ഏരിയയിൽ ഞാൻ രാവിലെ തന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആടെ എനിക്കങ്ങനെ നോക്കണ്ട. അപ്പോൾ ഇതാ ഇവിടെ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം കണ്ടില്ല, നമ്മളെ പണി വേഗം തന്നെ തീരും കേട്ടോ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല. അപ്പോൾ ഇനി ഇതാ ഞാൻ നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറെല്ലാം ഞാൻ രാവിലെ വെച്ച് കിച്ചന്. അപ്പം ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിന് ഇന്നലെ. ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ രാത്രി ആയിന്. അപ്പോൾ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ രാവിലെ ഐസ് കളയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. നല്ല കച്ചറിയുള്ള ചെമ്മീനാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 2 തരം ചെമ്മീനുണ്ടായില്ല. ഒരു വെള്ള ചെമ്മീനും പിന്നെ ഇങ്ങനത്തെ ചെമ്മീനും ഉണ്ടായില്ല. അപ്പോൾ ഇത് നല്ല ഒരു കച്ചറിയുള്ള ചെമ്മീനാണ്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെമ്മീൻ ഉലിയുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ചെമ്മീൻ്റെ സീസണൊക്കെ അല്ലേ. ഇപ്പോൾ ചെമ്മീന് നല്ല വില കുറവാണല്ലേ. നമ്മളിവിടെയെല്ലാം ചെമ്മീന് നല്ല വില കുറവാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങോട്ടെല്ലാം ചെമ്മീൻ്റെ ചാകരി ഉണ്ടായിരുന്നു, നല്ല വില കുറവുണ്ടായിന്. കുറേ നാൾ പിന്നെ നല്ലൊരു ചെമ്മീൻ തന്നെ ഉണ്ടായിന് കേട്ടോ. നല്ല ഫ്രഷായ ചെമ്മീൻ തന്നെ കിട്ടിക്കൊണ്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ കച്ചറിയിലെ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ക്ലീനാക്കി എടുക്കാൻ കുറച്ചൊരു ഇതാണ്. അപ്പം നമുക്ക് വേഗം തന്നെ ക്ലീനാക്കി എടുക്കുക ഇത്. അപ്പം നമുക്ക് അപ്പുറത്തെ പണിയോ ഹാളത്തെ പണിയോ പിന്നെ ഒന്നും ഇനി നോക്കണ്ടല്ല. ഇനി ആരും ഗസ്റ്റുകൾ വന്നാലും ഒന്നും നമുക്ക് പേടിക്കണ്ട കേട്ടോ. ഇനി ആ കിച്ചണത്തെ പണി പിന്നെ കിച്ചണത്തെ കറിയോ ഉച്ചക്കത്തെ കറിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പണി അങ്ങോട്ട് തീർന്നു കിട്ടും കേട്ടോ. കഴിയുന്നത് ഈ കറിയെല്ലാം നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് അങ്ങനെ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ തൊലിയെല്ലാം ഒരു കത്രിക എടുക്കുകയും വെക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ച് ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചിട്ട് ഇതേപോലെ പിന്നെ ഇങ്ങനെ ക്ലീനാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചൂളി കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ക്ലീനാക്കി എടുക്കുമ്പോൾ കത്രിക വെക്കുക എടുക്കുക അതെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചൊന്ന് തൊലി കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് അത് പിന്നെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കത്രികയോടും ചെയ്യാറുണ്ട്, പിന്നെ കൈ വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. കൈ ഇതാ ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് എന്താ പറയുക, ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ കൈ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കത്രിക എടുക്കാൻ ബുദ്ധിമുട്ടില്ലാക്കി ഇങ്ങനെ കൈ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നഖത്തോട് ഇങ്ങനെ തട്ടിച്ചു കൊടുത്താൽ അതിൻ്റെ പുറത്തത്തെ പിന്നെ ഇറച്ചിയില്ല അത് അങ്ങോട്ട് നീങ്ങി കിട്ടും. അപ്പോൾ ആ കച്ചറയെല്ലാം ഒന്ന് മാറ്റി കിട്ടും കേട്ടോ. ഇനി വേറൊരു രീതിയിൽ ചെയ്യല്ല, നമുക്ക് വെള്ളച്ചെമ്മീനെല്ലാം കിട്ടിയാൽ അങ്ങനെ അധികം കച്ചറയൊന്നും ഉണ്ടാവില്ലല്ലോ, അതിൻ്റെ നൂല് മാത്രമേ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താക്കും, ഇതേപോലെ ചെമ്മീൻ്റെ തലൻ്റെ സൈഡിലൊരു നിബുണ്ടാവും, ഇങ്ങനെ ഒരു കൂർത്ത ഒരു മൊന ഉണ്ടാവില്ലേ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇതേപോലെ ആ മൊനയോട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ കുത്തിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുത്തിച്ചു കൊടുത്താൽ നമുക്ക് ആ നൂല് പെട്ടെന്ന് തന്നെ വെലിഞ്ഞ് കിട്ടും കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ അതാ ഇങ്ങനെ വെലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചെമ്മീനെല്ലാം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നല്ലൊരു യൂസ്ഫുള്ളായ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് കൈ കൊണ്ടൊന്നും വലിക്കാൻ നിൽക്കണ്ട കേട്ടോ. അത് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനവും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് അങ്ങനത്തെ ചെമ്മീനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ ചെമ്മീനെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ ചെമ്മീനിട്ട പാത്രവും അതെല്ലാം ഒന്ന് കഴുകിയിട്ട് ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പാടെ നമ്മൾ നീറ്റാക്കി വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചെമ്മീനെല്ലാം വേഗം ഉറുമ്പ് വരാനും സാധ്യതയുണ്ട്, നല്ല മണവും ഉണ്ടാവും. അപ്പോൾ ഇതാ വേഗം ഒന്ന് ഞാൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെമ്മീൻ്റെ ആ വേസ്റ്റെല്ലാം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് കുഴിച്ചിടണം കേട്ടോ, അതിന് ഭയങ്കര മണമായിരിക്കും. ഇല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് നമ്മൾ ദൂരെ ഇങ്ങനെ ഉപയോഗിക്കാത്ത വളപ്പെല്ലാം ഉണ്ടാവില്ല, അങ്ങോട്ടൊന്ന് ചാടിയാൽ മതി കേട്ടോ. ദൂരം നമ്മൾ ചാടണം, വീട്ടിൻ്റെ അടുത്തൊന്നും ഇടാനേ പാടില്ല, ഭയങ്കര മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ആ സ്ഥലമെല്ലാം ഒന്ന് ഞാൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ആ കൗണ്ടർ ടോപ്പും എല്ലാം ഞാനൊന്ന് സോപ്പിട്ട് ഉരച്ച് കഴുകുന്നുണ്ട് കേട്ടോ. ഇതാ വേറൊരു സ്പോഞ്ച് എടുത്തിട്ട് ഇതാ സോപ്പിട്ടിട്ട് ഇതെല്ലാം ഒന്ന് ഉരച്ച് കഴുകുന്നുണ്ട്. പെട്ടെന്ന് ഉറുമ്പ് പേരും ഭയങ്കര മണമായിരിക്കും. ഇത് അടയെല്ലാം ഒന്ന് വെള്ളമാക്കിയിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഉണങ്ങിയ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഞാൻ അടയെല്ലാം ഒന്ന് തോർത്തി കൊടുക്കുന്നുണ്ട്. ആ വെള്ളമെല്ലാം ഒന്ന് തോർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആടെ ചെമ്മീനെല്ലാം ഒന്ന് ക്ലീനാക്കി അടയെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചക്കക്കുരു വെള്ളരിക്ക ഇട്ടിട്ട് ഒരു അടിപൊളി വറവ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ വറവിന്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഇത്തിരി ചെമ്മീൻ നമുക്ക് വേണ്ട കേട്ടോ. ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് രാത്രി പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും നമുക്ക് വേണ്ട. കറിയിലിട്ടത് അങ്ങനെ വലിയ മക്കളൊന്നും തിന്നൂല കേട്ടോ. എൻ്റെ മക്കൾക്ക് അങ്ങനെ മീനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഇത് ചെമ്മീൻ്റെ കറി പിന്നെയും കൂട്ടും, മീൻ കറിയൊന്നും അങ്ങനെ കൂട്ടിയേ ഇല്ല കേട്ടോ. അങ്ങനെ മീൻ കറിയൊന്നും ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കും. അപ്പോൾ അവർ മീനൊന്നും അങ്ങനെ തിന്നൂല. അപ്പോൾ കറിക്ക് വേണ്ട ഉള്ളിയെല്ലാം ഞാൻ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ കറി വെക്കുമ്പോൾ കറിൻ്റെ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ട് നമ്മൾ കറി വെക്കാൻ തുടങ്ങിയാൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടോ അങ്ങനെ വലിയ കച്ചറയായോ ഒന്നും ചെയ്യൂല കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അരിഞ്ഞു വെക്കണം കേട്ടോ. അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ സൈഡ് ഓരോന്നായിട്ട് ഒരു പാത്രത്തിൽ തന്നെ മാറ്റി മാറ്റി വെക്കണം. ഇനി ചക്കക്കുരു ഞാൻ കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ചക്കക്കുരുവെല്ലാം ഉലിയാൻ ബുദ്ധിമുട്ടായിരിക്കും, ചക്കൻ്റെ ആ ചക്കക്കുരുവിൻ്റെ ആ വഴുവഴുപ്പെല്ലാം കൊണ്ട് ഉലിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുത്തിയെടുത്താൽ മതി കേട്ടോ. ഉലിയാൻ ബുദ്ധിമുട്ടില്ലെങ്കിലും ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. ഇതേപോലെ ഒരു കുത്തുനെയിലിട്ടിട്ട് കുത്തിയെടുത്താൽ അതിൻ്റെ തൊലിയും ആ ഗോൾഡൻ കളറിൻ്റെ ഒരു ഇതെല്ലാം ഇല്ല, അതെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ. നല്ലോണം പോയിട്ടില്ലെങ്കിൽ അതെല്ലാം ഒന്ന് പോയി കിട്ടും. ഇപ്പം നമുക്കങ്ങനെ ബുദ്ധിമുട്ടേ ഇല്ല കേട്ടോ. ഈ ചക്കക്കുരു ഉലിയാനും ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കുത്തിയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇതെൻ്റെ ഉമ്മുമ്മ പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മുമാലും മുമ്പ് ഇതേപോലെയാണ് ചെയ്യൽ. അവരിങ്ങനെ കത്തിയോടൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നും അങ്ങനെ ചക്കക്കുരുവിൻ്റെ തൊലിയോ അങ്ങനെ ഒന്നും കളയില്ല കേട്ടോ. ഇതേപോലെ കുത്തിയിട്ടാണ് ചെയ്യൽ. പിന്നെ നമ്മളെ ഉണക്കച്ചെമ്മീൻ നമ്മളെ ആ തലയൊന്ന് കളയാൻ വേണ്ടിയിട്ട് കോട്ടൻ്റെ തുണിയിൽ ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഒന്ന് അതിൻ്റെ മീത്തൊന്ന് കുത്തി കൊടുക്കും. അപ്പോൾ ചെമ്മീൻ്റെ തലയെല്ലാം വേറെ ആയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു തടുപ്പയിലും ഇല്ലേ, ആ തടുപ്പയിലോട്ടിട്ട് അരിക്കും കേട്ടോ. ഇങ്ങനെ അരിച്ചെടുക്കും. അങ്ങനെയല്ലാന്ന് കേട്ടോ ഉമ്മൂമ്മ ചെയ്യൽ. അപ്പോൾ അതിൻ്റെ തലയെല്ലാം അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ചക്കക്കുരുവെല്ലാം ഞാൻ ഉള്ളിനടിച്ചിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഇനി വെള്ളരിക്കയും ഉണ്ടാകുമ്പോൾ നല്ലോണം തന്നെയാവും. അപ്പോൾ ചക്കക്കുരു ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വെള്ളരിക്ക ഒന്ന് ഉള്ളിനെടുക്കുന്നുണ്ട് കേട്ടോ, അരിഞ്ഞെടുക്കുന്നുണ്ട്.
എനിക്ക് ഈ കത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വേറെ കത്തി ഉണ്ടായാൽ ഈ കത്തിയെ ഞാൻ എടുക്കുമല്ലോ. നല്ല മൂർച്ചയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അഥവാ മൂർച്ചയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ആ ടൈൽസിനൊന്നും അരച്ചു കൊടുത്താൽ തന്നെ നല്ലൊരു മൂർച്ചയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ വേറെ കത്തിയൊന്നും എടുക്കില്ല. ഇതന്നെ പിടിച്ച് ശീലമായതുകൊണ്ട് പിന്നെ ഞാൻ ഈ കത്തി തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ ഇത് വെള്ളരിക്കൻ്റെ തൊലിയൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ. തൊലി കളയാണ്ട് നമ്മൾ ഇട്ടാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കയ്പില്ല വെള്ളരിക്കയാണെങ്കിൽ തൊലി കളയണം കേട്ടോ. കയ്പില്ലാത്ത വെള്ളരിക്കയാണെങ്കിൽ തൊലി കളയണ്ട. നമുക്ക് അങ്ങനെ ഇട്ടാൽ ആ തൊലി കളയാതെ ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. തൊലി കളഞ്ഞിടുന്നതിനങ്ങോട്ട് ടേസ്റ്റ് നമുക്ക് ആ തൊലി കളയാണ്ട് ഇട്ടാലാണ് കേട്ടോ. കയ്പില്ലാണെങ്കിൽ തൊലി കളഞ്ഞിട്ട് തന്നെ ഇടണം. അപ്പോൾ ഇതാ ഞാൻ വെള്ളരിക്കെല്ലാം ഒന്ന് പിന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കട്ടിംഗ് ബോർഡ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ ഇതാ വെള്ളരിക്കയെല്ലാം പിന്നെ അരിഞ്ഞെടുത്തിട്ട് അതാ ആ വെള്ളരിക്കേൻ്റെ തൊലിയോ എല്ലാം ഞാനൊന്ന് അടന്നെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ അപ്പാട് ചെയ്ത പണി പിന്നെ എന്തെങ്കിലും തൊലിയോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അത് അപ്പാട് തന്നെ ക്ലീൻ ആക്കിയാലും നമുക്ക് ഭയങ്കര കച്ചറിയായിട്ടോ അങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൂലേ അത് കളയാനും ഇതാക്കാനെല്ലാം. അപ്പോൾ അതെല്ലാം ഒന്ന് വേഗം അപ്പാടെ തന്നെ ചെയ്താൽ അങ്ങനെ ബുദ്ധിമുട്ട് കാണൂല കേട്ടോ. ഇനി ഈ വെള്ളരിക്ക ചക്കക്കുരുവെല്ലാം കഴുകിയിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ ഇതാ വെള്ളക്കാന്താരി പിന്നെ ഒന്ന് ജസ്റ്റ് മിക്സിയിൽ കറക്കിയിട്ട് ഞാൻ അവിടെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കലുണ്ട് കേട്ടോ. അപ്പോൾ വറവിനെല്ലാം ഞാൻ ഇങ്ങനെയാണ് ഇടൽ. അപ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. കാന്താരിയെല്ലാം ഇല്ല വീട്ടിലാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇതേപോലെ അടിച്ചെടുത്തിട്ട് സൂക്ഷിച്ചാൽ നല്ലൊരു പിന്നെ വറവിനെല്ലാം യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഞാനിവിടെ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റോളം മതിയാവും കേട്ടോ. ഈ കാന്താരി മുളകിൻ്റെ ഒക്കെ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ വറവിലെല്ലാം ഇടുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അത് അതേപോലെ മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു അളവിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിലെല്ലാം. അപ്പോൾ ഇതാ ഞാൻ കറിക്ക് വേണ്ട ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറിക്ക് വേണ്ടതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അതായിരുന്നു വേകുമ്പോഴത്തേക്കും ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം വിചാരിച്ച് ചെമ്മീനും ചക്കക്കുരു ഇട്ട് കറി വെക്കാമെന്നാണ് വിചാരിച്ച്. പിന്നെ ഇങ്ങനെ വെള്ളരിക്ക ഉണ്ടായിന് ഫ്രിഡ്ജിൽ. പിന്നെ വെള്ളരിക്കയും ചക്കക്കുരു ഇട്ടിട്ട് വറവ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ചക്കക്കുരു ചെമ്മീനിലിടാൻ പോയിട്ടാ. ചെമ്മീൻ ചക്കക്കുരു കറി വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തേങ്ങാച്ചാറ് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ ഒന്നിൽ ചക്കക്കുരു ഇട്ടുകൊണ്ട് ഞാൻ പിന്നെ ഇടാൻ പോയിട്ടാട്ടാ. അപ്പോൾ ഇതാ ഞാൻ കറിവേപ്പില ഇങ്ങനെയാണ് നട്ട് എടുത്ത് വെക്കൽ. ഒരു കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് തണ്ട് പറിച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഒന്നും ആവില്ല കേട്ടോ. നമുക്ക് പുതിയതുപോലെ തന്നെ ഉണ്ടാവും. ഇലയൊന്നും വാടിപ്പോവില്ല. നമുക്ക് ആ മരത്തുമ്പോൾ ഒന്ന് പറിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. രാവിലെയെല്ലാം നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്കെല്ലാം എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കില്ല. നമുക്ക് രാവിലെ പുറത്തേന് ഇപ്പം മഴയൊക്കെ അല്ല, അപ്പോൾ പറിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാ ഒരിക്കൽ ഇങ്ങനെ പറിച്ച് വെച്ചിട്ട് ഒരാഴ്ച വരെയും എല്ലാം സൂക്ഷിച്ച് വെക്കലില്ല കേട്ടോ. ഒരാഴ്ച ആയാലും ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഒരാഴ്ച വരെ മാക്സിമം ആ കറിവേപ്പില പോകലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ വേറെ ഇതേപോലെ ആദ്യം പറിച്ച് വെക്കലാണ്. അപ്പോൾ ഇത് കറിക്ക് വേണ്ട തേങ്ങ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടേ ഞാൻ കറി വെക്കുമല്ലോ. അപ്പോൾ വെള്ളരിക്ക ചക്കക്കുരു വറവിൻ്റെ ഇത് അവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിസിൽ കളയാണ്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വിസിലെല്ലാം ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറിയ കുക്കറായതുകൊണ്ട് അതിൻ്റെ വിസിലൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. അതിങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കും. അപ്പം ടൈമൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. നമ്മൾ സാധാരണ വറവിൽ തന്നെ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ തേങ്ങ കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ വറവിന് ചെയ്യാത്തവനുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കാം.
ഈ വറവുണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് കറി പോലെയാക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസ് പരുവത്തിലും ആക്കാം കേട്ടോ. ഇത് ടൈറ്റ് അല്ലാണ്ട് ഇങ്ങനെ ലൂസ് പരുവത്തിലും ആക്കാം. അപ്പോൾ കറിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വേണ്ടി വരില്ല കേട്ടോ. അങ്ങനെ ആക്കിയാൽ 2 ടൈപ്പിൽ ഇത് ചെയ്യാം കേട്ടോ. അപ്പം അത് ഞാനിവിടെ ഗ്യാസിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ ഇനി അതിലേക്ക് കാച്ചി ഒഴിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വെളുത്തുള്ളി നമ്മൾ തൊലി കളയാണ്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് കുത്തിയിട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു മണമായിരിക്കും ആ വെളുത്തുള്ളിക്ക്. ഇങ്ങനെ തൊലി കളയാണ്ട് തന്നെ ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ കുത്തിയിട്ട്. ഇതിലേക്ക് വേണമെങ്കിൽ കടുവും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ കടുവിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല. കടുവാണെന്ന ഇല്ലാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ വറവിന്. അപ്പോൾ ചക്കൻ്റെ എല്ലാം സീസണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ചക്കക്കുരുവെല്ലാം ഉണ്ടാവും. അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ കറിക്ക് വേണ്ട പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാച്ചിട്ടേ തേങ്ങാക്കറി വെക്കില്ല കേട്ടോ ചെമ്മീൻ. അപ്പം ഓരോരാൾ കാച്ചാണ്ടെല്ലാം ചെമ്മീൻ കറി വെക്കുന്നതാണല്ലേ. എൻ്റെ ഉപ്പുമാലെല്ലാം ഇങ്ങനെ കാച്ചാണ്ട് തന്നെ വെക്കും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കാച്ചിട്ട് വെക്കുമ്പോൾ. ഈ ചെമ്മീൻ തേങ്ങാച്ചാറ് നല്ല ടേസ്റ്റാണല്ലേ. നമുക്ക് ആ പത്തിനും ചോറിൻ്റെ ഒക്കെ ആയാലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സവാള ഞാൻ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു സവാളയോളം ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതേപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഞാൻ തൊലി കളയാണ്ട് തന്നെ കുത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി തൊലി കളയാണ്ടിട്ട് നല്ലൊരു മണമായിരിക്കും കേട്ടോ. നല്ലതുപോലെ കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ പിന്നെ ഇതിനോട് കുത്തണം കേട്ടോ. അങ്ങനെ കുത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ഇതെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി മല്ലിപ്പൊടി മിക്സ് ആക്കിയതാണ് കേട്ടോ. അതും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഈ തേങ്ങാക്കറിക്ക് നമുക്ക് മെയിൻ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കും കേട്ടോ. ആ മസാലകളൊന്ന് വറുക്കണ്ടേ. അപ്പോൾ വറുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കില്ല കേട്ടോ. ആ മുളക് പൊടിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ അത് വറുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ചെറിയ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പുളി ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ ആ പുളിയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ചെറിയ കഷ്ണം പുളി കേട്ടോ. അപ്പോൾ ഈ പിന്നെ മസാലകളെല്ലാം ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെമ്മീനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കറിൻ്റെ സാധനമെല്ലാം നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് വലിയ പണിയൊന്നും കാണൂല. അങ്ങനെ വലിയ കച്ചറയായിട്ടോ ഉള്ളിത്തോല അങ്ങനെ ആടെ ഇടി ഇട്ടിട്ടോ അങ്ങനെ ഒന്നും വലിയ പണി കാണൂല കേട്ടോ. അപ്പാടില്ല പണി അപ്പാട് ക്ലീനാക്കി എടുത്താൽ നമുക്ക് വലിയ പണി കാണൂല കേട്ടോ. പാത്രം ആയാലും നമുക്ക് ഇങ്ങനെ ഒന്നും പാത്രമൊന്നും അങ്ങനെ കാണൂല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ ചെമ്മീനെല്ലാം ഒന്ന് വരട്ടെ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ചെമ്മീനൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മസാല ചെമ്മീനെല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ വേവാൻ അധികം സമയമൊന്നും വേണ്ട. എന്നാലും ആ കറിയിലേക്കെല്ലാം ഒന്ന് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത്. ഇനി ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് നല്ല കട്ടിയിലൊന്നും വേണ്ട കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് കുറച്ച് ആ തണിയുമ്പോൾ കട്ടിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു തിള വന്നാൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ വേഗം ഒന്ന് കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേഗം ഒന്ന് കുളിച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഉണ്ട് അതൊന്ന് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ടൈമെല്ലാം ഉണ്ടാകുമ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പിന്നെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് മെഷീനെല്ലാം വീട്ടിലുണ്ടാകുമ്പോൾ ചുരിദാറൊന്ന് കട്ട് ചെയ്യാനും തയ്ക്കാനൊന്നും അറിയാത്തവരുണ്ടാവില്ലേ, അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അങ്ങനെ അറിയാത്തവർക്കും നമുക്ക് ഇങ്ങനെ ചുരിദാറെല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം. അപ്പോൾ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബായ്.